യൂട്യൂബ് ചാനൽ. എല്ലാവരും ഇതൊരു സുഖമായിട്ടിരിക്കല്ലേ? ഞങ്ങൾ ഈ പുത്രനെ കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ് കേട്ടോ. ഹയാസിന് ചുമയാണ്. കഴിഞ്ഞ ആഴ്ച ഫുൾ പനിയായിട്ട് ലീവായിരുന്നു. ഇന്നിപ്പോ ചുമ അത് അതിക്രമിച്ചിരിക്കുകയാണ്. ചുമ ഭയങ്കര ചുമ. 2-3 ദിവസമായി. ഇന്നലെ സ്കൂളിൽ വിടണ്ടെന്നൊക്കെ ഓർത്തതാണ്. പിന്നെ ഹയാസിന് ഇന്നലെ സ്കേറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് സ്കൂളിൽ മിസ്സാക്കാൻ പറ്റൂല എന്നും പറഞ്ഞ് ഹയാസ് പോയി. അപ്പൊ ഇന്നിപ്പോ നല്ല ചുമയാണ്. അപ്പൊ എന്തായാലും ഡോക്ടറെ കാണിക്കാൻ വേണ്ടിട്ട് പോവാണ്. നമ്മള് ഹംനാനെ കൊണ്ടുപോകണില്ല കേട്ടോ. ഹംനാക്കും ചെറിയ രീതിയിലൊക്കെ ഉണ്ട്. പിന്നെ ഹംനാക്ക് മരുന്നുണ്ട്. ഹോസ്പിറ്റലിൽ പോയിട്ട് നമുക്ക് 1-2 സ്ഥലത്തൊക്കെ പോകാനുണ്ട്. അതെന്തായാലും നിങ്ങൾ ഈ വീഡിയോയിൽ കാണും. അപ്പൊ ഇനി വെയിലത്ത് ഇനി ഹംനാനെ കൊണ്ട് നടക്കണ്ടല്ലോ എന്നോർത്തിട്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കട്ടെ, മെഡിസിൻ ഒക്കെ കഴിച്ചെന്നോർത്ത് ഹയാസിനെയും കൊണ്ട് മാത്രം ഇറങ്ങിയേക്കാണ്. 12:30ക്കാണ് അപ്പോയിന്റ്മെന്റ് എടുത്തേക്കുന്നത് ഡോക്ടറെ കാണാനായിട്ട്. ഞാൻ ഈ കാലത്ത് 12 മണിയാണ് അപ്പോയിന്റ്മെന്റ് ടൈം, നേരത്തെ പോണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കറക്റ്റ് 12:30ക്കാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കുന്നത്. ഹംന ഉറങ്ങണേർന്ന്. ഹംന ഇക്കാക്ക് വന്ന് ഡോറ് തുറന്നപ്പോഴേക്കും ഹംന എഴുന്നേറ്റ്. പിന്നെ ഹംനാൻ ഉറക്കാനൊക്കെ കുറെ നോക്കി, പക്ഷെ ഉറങ്ങിയൊന്നുമില്ല. അവസാനം അവിടെ ചെരുപ്പൊക്കെ ഇട്ട് നിൽക്കുന്നുണ്ട് ഞങ്ങളുടെ കൂടെ വരാനായിട്ട്. ചെരുപ്പെടുക്കാനകത്തേക്ക് പോയി തിരിച്ചു വന്നപ്പോഴേക്കും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എന്താവും ഏതാവും എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഇവനെയും കൊണ്ട് പോന്നേക്കണോണ്ട് ചെറിയ രീതിയിൽ എന്തായാലും വഴക്കൊക്കെ ആവും അവക്ക്. അങ്ങനെ അപ്പൊ നമ്മൾ 12:30ക്കാണ്. ഡോക്ടർ എന്തോ 2 മണി വരെ ഉള്ളൂ എന്നാ പറഞ്ഞത്. അപ്പൊ എന്തായാലും ആസ് യൂഷ്വൽ എന്നും നമ്മൾ അപ്പോയിന്റ്മെന്റ് എടുത്ത സമയത്തൊന്നും പോകാറില്ല അല്ലേ കാക്ക? ഹയാസ് എന്തെങ്കിലും പറയാനുണ്ടോ? ഹയാസിന്റെ ഫ്രണ്ട്സ് ഒക്കെ വീഡിയോ കാണാറുണ്ടെന്ന് പറഞ്ഞല്ലോ, പറയാറുണ്ടോ ഹയാസിനോട് വന്ന്? കഴിഞ്ഞ ദിവസം ഇന്നലത്തെ വീഡിയോയിലാണ് കമന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നത്. ഐ നോ യുവർ ചൈൽഡ് എന്നൊക്കെ പറഞ്ഞിട്ട്. നിന്നെ അറിയാന്നൊക്കെ പറയണുണ്ടല്ലോ. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇന്നലെ നമ്മള് അലക്കലൊക്കെ വാങ്ങിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. വീട്ടില് റെഡിമെയ്ഡ് അലക്കലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നമ്മള്. പിന്നെന്താ വിശേഷം? നമ്മുടെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ഇതാണ് ഈ മാസം തുടങ്ങിയിട്ട് ഫുൾ ടൈം ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്, വരുന്നുണ്ട്. മെഡിസിൻസ് എനിക്കും ചെറിയ രീതിയിലുണ്ട്, ഇക്കായ്ക്ക് നല്ല രീതിയിലുണ്ട്. പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ മരുന്നൊന്നും പെട്ടെന്ന് വാങ്ങിക്കില്ല. ഹയാസിന്റെ സൈറൺ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. വായിലെ കർച്ചീഫ് വെച്ച് അടച്ച്. ഇത് വീഡിയോക്ക് വേണ്ടി ചുമച്ചതാണ് അല്ലേ? ചുമ കണ്ടപ്പോ എനിക്ക് തോന്നി വീഡിയോക്ക് വേണ്ടി ചുമക്കണതാണെന്ന്. നല്ല ചുമയുണ്ട്. രാത്രി ഇങ്ങനെ വായ അടഞ്ഞിട്ടില്ല, നല്ല ചുമയുണ്ട്. ഈ ഡ്രൈ ആയിട്ടുള്ളൊരു ചുമയാണ്. അപ്പൊ ഇനി കൂടുതൽ സ്ട്രെസ് എടുക്കുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോ പണിയല്ലേ. അപ്പൊ എന്തായാലും കാണിക്കാം, എന്താവുന്നാവും. കഴിഞ്ഞ വീക്കില് പനിയായിട്ട് പോയപ്പോ ഇൻഫ്ലുവൻസ ഒക്കെ ടെസ്റ്റ് ചെയ്തതാണ് ഹെയർസിന്റെ. അപ്പൊ നെഗറ്റീവ് ആയിരുന്നു. ഇനി പിന്നെന്താ പറയണേന്ന് അറിയൂല. ബ്ലഡ് ടെസ്റ്റ് ഒക്കെ എടുക്കുന്നാവും. അങ്ങനെ കൈ ഇങ്ങനെ ഒരു സൈഡിലേക്ക് പിടിച്ചിട്ട് ഇങ്ങനെ വരുന്നത്. ഇന്നിപ്പോ ഇച്ചിരി വെയിലൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെയൊക്കെ. അയ്യോ, നമ്മുടെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഒരു 20 മിനിറ്റ്സ് ഡ്രൈവ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഷോർട്ട് കട്ട്സും ലോങ് കട്ട്സും എല്ലാം ഉണ്ട്. അപ്പൊ ഇത് പിള്ളേർക്കൊക്കെ എക്സാം ആണെന്ന് തോന്നുന്നുണ്ട്. എക്സാം കഴിഞ്ഞ് പോകുന്നതിൻ്റെതായ എല്ലാവിധ സന്തോഷങ്ങളും പിള്ളേർക്ക് ഉണ്ട് കേട്ടോ. സിപ്പപ്പോ എന്തൊക്കെയോ അവർ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഷെയർ ചെയ്ത് സൈക്കിളിന് കൂട്ടായിട്ടാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ഒരു ചെറിയ രീതിയിലൊന്ന് നൊസ്റ്റു അടിക്കും. പൊതുവേ ഹയാസ് ഭയങ്കര ആക്റ്റീവ് ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് തന്നെ സിക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ എക്സ്ട്രീം ലെവലായിട്ട് ഇങ്ങനെ ഡൗൺ ആയിട്ടുണ്ടാവും കേട്ടോ. ഇന്നിപ്പോ നല്ല രീതിയിൽ ചുമയുണ്ട്. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടും കൂടി ഇല്ല കുട്ടി. വെയിലിന്റെ കാഠിന്യമാണെങ്കിൽ നല്ല രീതിയിലുണ്ട്. പിന്നെ നമ്മൾ ഇറങ്ങിയേക്കുന്ന സമയം നട്ടുച്ചയാണല്ലോ. അങ്ങനെ നമ്മളിതാ ഹോസ്പിറ്റലിൽ എത്തി. നല്ല തിരക്കെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള തിരക്കുണ്ട് കേട്ടോ ഹോസ്പിറ്റലിൽ. എല്ലാ കുട്ടികൾക്കും ഈ പനിയും കാര്യങ്ങളൊക്കെ ആണെന്ന് തോന്നുന്നുണ്ട്. ഹയാസിന്റെ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തു. ചെറിയൊരു ടെമ്പറേച്ചർ ഒക്കെ ഫീൽ ചെയ്തുകൊണ്ട് ടെമ്പറേച്ചർ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ പൾസ് റേറ്റിംഗ് ഒക്കെ നോക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ വരുമ്പോഴൊക്കെ ഈ പ്രൊസീജിയർ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഹയാസിന് അറിയാം ഇത് എങ്ങനെയൊക്കെയാണ്, എപ്പോഴൊക്കെയാണ്, എവിടേക്കാണ് ഇരിക്കേണ്ടതെന്നും കാര്യങ്ങളും എല്ലാം ഹയാസിന് അറിയാം. ഹംനാനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിട്ട് നമ്മൾ ഹയാസിനെ മാത്രമായിട്ടൊക്കെ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യും കേട്ടോ. കാരണം ഹയാസ് എല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഹംനാക്ക് എന്തെങ്കിലും നമ്മളിങ്ങനെ ചെയ്തു കൊടുക്കണമല്ലോ. ഇക്കാക്ക് കാറ് പാർക്ക് ചെയ്യാൻ പോയേക്കായിരുന്നു. അപ്പൊ ഞാനും ഹയാസും കൂടി വന്നിട്ടാണ് OP ടിക്കറ്റ് ഒക്കെ എടുത്തതും പിന്നെ ഈ വെയിറ്റ് ഒക്കെ നോക്കിയത്. ടെമ്പറേച്ചർ ഒക്കെ നോക്കുന്നതിനിടയിലാണ് കേട്ടോ ഇക്കാക്ക വന്നത്. അങ്ങനെ വൈറ്റൽസ് ഒക്കെ നോക്കിയിരുന്നപ്പോ കുറച്ചധികം ഡിലേ വന്നു. ഹയാസിനാണെങ്കിൽ ചുമ വന്നിട്ട് ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ ഞാൻ അവിടുത്തെ കഫേന്ന് എന്റെ നിർബന്ധ പ്രകാരം ഞാനൊരു കോഫിയൊക്കെ വാങ്ങിച്ചു അവനിക്ക്. ഇക്കാക്ക് വേണമെന്ന് വെച്ചപ്പോ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ എനിക്കും വേണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഉഴുന്നുവട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചിരുന്നു
പോയിക്കൊണ്ടിരുന്നപ്പോഴേക്കും ഡോക്ടർ നമ്മളെ വിളിച്ചു. അങ്ങനെ നമ്മൾ ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് കയറിയേക്കാണ്. പനി വന്ന് കാണിച്ചു പോയിട്ട് ഒരു 10 ദിവസം പോലും ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഡോക്ടർ കാര്യമായിട്ട് തന്നെ ഹയാസിനെ നോക്കുന്നുണ്ട്. ചുമ വരുമ്പോ ഹയാസ് ഭയങ്കരമായിട്ട് ടയേർഡായിട്ട് പോവാണ് കേട്ടോ. ഈ ചുമ എന്ന് പറയുന്നത് ഭയങ്കര ഡ്രൈ ആയിട്ടാണ് കേട്ടോ. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു കുറച്ച് സെക്കൻഡ്സ് ഒക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ ആ സമയം കൊണ്ട് ഹയാസ് ഭയങ്കരമായിട്ട് ടയേർഡ് ആവുന്ന പോലെയാണ് കേട്ടോ. ഈ ഒരു സീസണിൽ എനിക്ക് തോന്നുന്നുണ്ട് മൊത്തത്തിൽ വൈറൽ ഫീവേഴ്സും H1N1 അങ്ങനെ പല വകഭേദങ്ങളിലാണ് പനികളൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിള്ളേര് മാത്രമല്ല മുതിർന്നവർക്കും ഇതൊക്കെ തന്നെയാണ്. എന്തായാലും എല്ലാവരും നല്ല കെയർഫുൾ ആയിട്ട് ആരോഗ്യമൊക്കെ ശ്രദ്ധിച്ചിട്ടിരിക്കണേ. ഹയാസിനെ മോണിറ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഹയാസ് ഡോക്ടറിന്റെ ടേബിളിലുള്ള സാധനങ്ങളെല്ലാം എടുത്ത് ഇങ്ങനെ നോക്കുന്നതാണ് കേട്ടോ ഹയാസിന്റെ സ്ഥിരം പരിപാടി. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഒരു സജഷൻ പറഞ്ഞതാണ് ഇൻഫ്ലുവൻസ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്നുള്ളത്. അപ്പൊ എന്റെ നിർബന്ധപ്രകാരം എന്തായാലും ചെയ്തോളൂ എന്ന് ഞാനും പറഞ്ഞു. കാര്യം നമ്മൾ ഇൻഫ്ലുവൻസ ടെസ്റ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ 10 ദിവസമൊന്നും ആയിട്ടില്ല. അന്ന് നെഗറ്റീവ് ആയിരുന്നു. എന്തായാലും ഇപ്രാവശ്യം നെഗറ്റീവ് ആവട്ടെ എന്നൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് കേട്ടോ പോകുന്നത് ലാബിലേക്ക്. ലാബിൽ കയറുന്നത് വരെ ഹയാസിന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല കേട്ടോ ഇൻഫ്ലുവൻസ ആണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന്. അത് ഈ മൂക്കിൽ കുത്തിയെടുക്കുമ്പോൾ നമുക്ക് തന്നെ അത് പറ്റുന്നുണ്ടാവില്ല. അപ്പൊ പിള്ളേരുടെ കാര്യം പറയണ്ടല്ലോ. അപ്പൊ ആ മൂക്കിൽ കുത്തിയെടുത്തതിന്റെ വിഷമങ്ങളും കരച്ചിലും പരിഭവങ്ങളും എല്ലാം ആയിരുന്നു കേട്ടോ ഹയാസിന്. കുറച്ചു നേരമൊക്കെ എടുത്തു അതൊന്ന് മാറാനായിട്ട്. ഞാൻ കുറച്ചു നേരം ഒന്ന് പുന്നാരിച്ചിട്ടൊക്കെയാണ് അതൊന്ന് മാറിയത്. ഇനിയിപ്പോ ഇതിന്റെ റിസൾട്ട് കിട്ടാനായിട്ട് ഒരു ഹാഫ് ആൻ അവർ എടുക്കും എന്നാണ്. മിനിമം ഒരു 20 മിനിറ്റ്സ് എന്തായാലും എടുക്കും റിസൾട്ട് കിട്ടാനായിട്ട്. അപ്പൊ ഹയാസിനെ ഒന്ന് പുന്നാരിച്ച് അവനെ നോക്കിയാക്കി എടുക്കാൻ ഞാൻ പറഞ്ഞു എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഓർത്തു ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ എന്തായാലും 20 മിനിറ്റ്സിന് മുകളിലെടുക്കും. പിന്നെ തിരിച്ചു വരുമ്പോഴേക്കും ചിലപ്പോൾ ഡോക്ടർ പോകാനുള്ള സാധ്യതയുണ്ട്. സോ നമ്മൾ താഴെ വന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ കഫേന്ന് ചെറിയ രീതിയിൽ ഒരു ചായ ഒക്കെ കുടിക്കാൻ ഓർത്തു. അപ്പൊ ഇക്കാക്ക് ഒരു വെജിറ്റബിൾ പഫ്സും പിന്നെ ഒരു കോഫിയാണ് കേട്ടോ കഴിച്ചത്. ഞാനൊരു ചായയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഹയാസിന് ക്രീം ബണ്ണ് മതി എന്ന് പറഞ്ഞിട്ട് അതാണ് കേട്ടോ വാങ്ങിയത്. എനിക്കായിട്ട് കഴിക്കാൻ ഞാനൊന്നും വാങ്ങിയില്ലെങ്കിലും ഞാൻ ഇവരെ 2 പേരെ കയ്യിൽ നിന്നും അത്യാവശ്യം ബൈറ്റ്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്റെ കാര്യം ഏതാണ്ട് തീരുമാനമായി. പിന്നെ നമുക്കിനി അധികം വെയിറ്റ് ചെയ്യണ്ടല്ലോ. റിസൾട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ മെഡിസിൻ ഒക്കെ വാങ്ങിയിട്ട് നമുക്ക് പോയിട്ട് ഫുഡ് കഴിക്കാമല്ലോ. അതാണ് ഞാൻ പിന്നെ കാര്യമായിട്ട് കഴിക്കാതിരുന്നത്. ഹയാസിനെ ഒന്ന് എനർജറ്റിക് ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഫോണും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെല്ലും കേട്ടോ വീഡിയോ ആയിട്ട്. അപ്പൊ ഒന്ന് ഹയാസ് അതിൽ ഹായ് പറയടാ ബായ് പറയടാ എന്നൊക്കെ പറയുമ്പോൾ ഹയാസ് അതിനൊക്കെ ഇങ്ങനെ എന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. പിള്ളേർക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ പാരന്റ്സും ടയേർഡ് ആവുമല്ലോ. അപ്പൊ അവരെ ആക്റ്റീവ് ആക്കി എടുക്കാനായിരിക്കുമല്ലോ നമ്മൾ മാക്സിമം ശ്രമിക്കാം. അതൊക്കെ തന്നെയാണ് കേട്ടോ ഞാനും ചെയ്യുന്നുള്ളൂ. അങ്ങനെ നമ്മൾ ചെറിയ രീതിയിൽ ഫുഡൊക്കെ അടിച്ചിട്ട് നേരെ ഡോക്ടറെ കാണാൻ വീണ്ടും വെയിറ്റിംഗ് ഏരിയയിലേക്ക് വന്നേക്കാണ്. ഇവിടെ പീഡിയാട്രിക് കോപ്പിയുടെ സൈഡിൽ ആ വോളിൽ എല്ലാത്തിലും കുറെ കാർട്ടൂൺസും കുറെ ഇങ്ങനെ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ അങ്ങനെ ഡേയ്സും എല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഹയാസ് അതൊക്കെ കണ്ടിട്ട് അതൊക്കെ വായിച്ചു നോക്കുന്നുണ്ട്. ഇപ്പൊ ചെറിയ രീതിയിൽ ആ ഫുഡൊക്കെ കഴിച്ചതിന്റെ ഒരു ഉഷാറാണ് കേട്ടോ ഈ കാണുന്നത്. പിന്നെ നമ്മൾ ഡോക്ടറെയൊക്കെ കണ്ടു. അപ്പൊ ഇൻഫ്ലുവൻസ ടെസ്റ്റ് നെഗറ്റീവ് ആണ്. അപ്പൊ വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല. നോർമൽ വൈറൽ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ മെഡിസിൻ ഒക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് വാങ്ങിക്കാൻ വേണ്ടി ദയിക്കാക ഫാർമസിയിൽ നിൽക്കാണ്. ഹോസ്പിറ്റലിൽ മൊത്തത്തിൽ ഒരു തിരക്കുമയാണ് കേട്ടോ. അതൊക്കെ കണ്ടിട്ട് തന്നെ നമുക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി പോന്നാൽ മതി എന്നായിരുന്നു. പിന്നെ നമ്മൾ മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയേക്കാണ്. ഇക്കാക്കാണെങ്കിൽ തുരുതുരാ ഫോൺ കോൾസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കായിരുന്നു കേട്ടോ. ഓഫീസിൽ നിന്നും മറ്റുള്ള തിരക്കും ഒക്കെ കൂടിയായിരുന്നു ഇക്കാക്ക്. അപ്പൊ നമ്മൾ ബിരിയാണിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് വരുന്നത്. നമ്മൾ വന്നപ്പോൾ തന്നെ ഒരു 3-3:30 ആയിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും മീൽസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. ഈ പാത്രത്തിൽ കൊണ്ടുവന്നപ്പോ ഉണ്ടല്ലോ എന്റെ ചീനച്ചട്ടിക്ക് ഒരു കാതില്ല കേട്ടോ. ഇക്കാക്കാന്റെ ചീനച്ചട്ടിക്ക് 2 കാതുണ്ട്. പിന്നെ ഇനി ഞാൻ കാതില്ല എന്നുള്ള പരാതി പറയാൻ നിന്നില്ല. വിശപ്പിന്റെ വിളി കൊണ്ട് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു. അയാസ് എന്റെ അടുത്ത് ഇരുന്ന് ഫോൺ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എന്തായാലും വാരി കൊടുക്കാൻ ഓർത്തു. ബിരിയാണി കമിഴ്ത്തിയിട്ടപ്പോഴാണ് കേട്ടോ എനിക്ക് ഇത് ലെഗ് പീസ് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇക്കാടെ അടുത്ത് പറയണം ഐശ്വര്യമുള്ളവർക്ക് മാത്രമാണ് ലെഗ് പീസ് കിട്ടുള്ളൂ എന്ന്. ബിരിയാണിയിൽ ലെഗ് പീസ് കിട്ടുമ്പോൾ സന്തോഷിക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇപ്പൊ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് കമന്റ് ചെയ്തിട്ട് ബാക്കി ഒന്ന് കണ്ടാൽ മതിയേ. തുടങ്ങുന്നതിന് മുന്നേ ഗണപതിക്ക് കൊടുക്കണം എന്നാണല്ലോ നമ്മുടെ ദിലീപേട്ടൻ കല്യാണരാമൻ സിനിമയിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ആ ലെഗ് പീസ് കടിക്കാൻ ഹയാസിനാണ് കേട്ടോ കൊടുത്തത്. സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ബിരിയാണിയിൽ എനിക്ക് 2 പീസാണ് കിട്ടിയത്. ഹയാസ് ഈ ലെഗ് പീസിന്റെ ഈ ഒരു ഭാഗം മാത്രമാണ് കേട്ടോ കടിച്ചിട്ടുണ്ടായിരുന്നത്. ബാക്കി മൊത്തം ഞാൻ വാരി കൊടുത്തോണ്ട് ഹയാസിന് ഞാൻ മറ്റേ പീസിൽ നിന്നാണ് കില്ലി കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ലെഗ് പീസ് ഞാൻ തന്നെയാണ് ഒറ്റക്ക് കഴിച്ചത് ഗൈസ്. ഇത്രയും നേരം ഞാൻ ബിരിയാണി എന്റെ പ്ലേറ്റിലേക്ക് കമിഴ്ത്തുന്നതും കഴിക്കുന്നതൊക്കെ നോക്കിയിരിക്കായിരുന്നു കേട്ടോ ഇക്കാക്ക. ഇനി ഇപ്പൊ ഇക്കാക്ക കഴിക്കുന്നത് എടുത്തില്ലെങ്കിൽ അതൊരു മോശമാവണ്ടല്ലോ എന്ന് ഓർത്ത് ഞാൻ ഇക്കാക്കാന്റെ എടുത്തു വെച്ചിട്ടുണ്ട് വീഡിയോയില്. ഇക്കാക്കെ ലെഗ് പീസ് തന്നെയാണ് ഈ ബിരിയാണി തപ്പിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇക്കാക്ക് ലെഗ് പീസ് ഉണ്ടായിരുന്നില്ല. എനിക്ക് ബിരിയാണി കിട്ടിയ ചീനച്ചട്ടിക്ക് ഒരു കാത് കുറവാണെന്നുണ്ടെങ്കിലും ബിരിയാണിയിലെ ലെഗ് പീസ് കിട്ടിയപ്പോ ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഹയാസിനും ബിരിയാണിയൊക്കെ വാരി കൊടുത്ത് ഞാനും കഴിച്ച് ഇക്കാക്കയും കഴിച്ചിട്ട് നമ്മൾ ഈ ഹോട്ടലിൽ നിന്ന് ഇറങ്ങാൻ നോക്കട്ടെ കേട്ടോ. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വന്നത് ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ടാണ്. വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയില്ല ഈ മനുഷ്യൻ ഈ ഇടയായിട്ട് ഇതുപോലെയൊക്കെയാണ് കേട്ടോ എക്സ്പ്രഷൻസ് കാണിക്കുന്നത്. എന്തായാലും ആ എക്സ്പ്രഷൻസും ഇതിൽ കിടക്കട്ടെ. ഞങ്ങൾ നേരെ പോകുന്നത് നമ്മുടെ എടപ്പള്ളിയിലുള്ള മൈജി ഫ്യൂച്ചറിലേക്കാണ് കേട്ടോ. നമ്മുടെ വീട്ടില് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ വലിയൊരു സന്തോഷമൊക്കെ നടക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനൊക്കെ ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. ആ സന്തോഷം എന്താണെന്നുള്ളത് ഞാൻ വരും വീഡിയോസിൽ റിവീൽ ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അതൊന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. ഹയാസ് ഫുഡ് കഴിക്കലും മരുന്ന് കഴിക്കലൊക്കെ കഴിഞ്ഞതുകൊണ്ട് തന്നെ സൈഡ്
ആയിട്ടുണ്ട്. നേരെ കയറിയ പാടെ അവരുടെ സെറ്റിൽ ഇത് കിടന്നിട്ടാണ് ഫോൺ കാണുന്നത്. അങ്ങനെ നമ്മൾ വന്ന കാര്യമൊക്കെ നടത്തിയിട്ട് നേരെ ഇക്കാകതി ഒരു ടാബ് നോക്കാൻ വേണ്ടിട്ട് നിൽക്കാണ്. അപ്പോഴേക്ക് ഹയാസ് വന്നിട്ട് എന്റെ അടുത്ത് നിൽക്കാണ് കേട്ടോ. പിണങ്ങുന്നതാണ് ഈ കാണുന്നത്. അവനിക്ക് ടാബ് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടാണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഈ 5 രൂപയുടെ മഞ്ചിനും അതുപോലെ കോലുമിഠായിക്കൊക്കെ വേണ്ടിയാണ് വാശി പിടിച്ചെന്നുണ്ടെങ്കിൽ പിള്ളേരൊക്കെ ഇപ്പൊ എത്രത്തോളം അപ്ഗ്രേഡ് ആയെന്നാണ് കേട്ടോ ഞാൻ ഈ ആലോചിക്കുന്നത്. പിണങ്ങുന്നതിനിടയിൽ കൂടെ ഉമ്മിയുടെ കുറച്ച് വീഡിയോസ് എടുത്തരാന്നും പറഞ്ഞ് ക്യാമറയും കൊണ്ട് പോയതാണ് കേട്ടോ. ചെറിയ രീതിയിൽ എന്റെ നെറ്റിയൊന്നും കാണുന്നില്ല, എന്നാലും കിട്ടിയ വീഡിയോസ് വെച്ച് ഞാൻ ഹാപ്പിയാണ്. ചെക്കൻ എന്റെ വീഡിയോ എടുക്കുന്നതിനിടയിലാണ് കേട്ടോ ഓപ്പോസിറ്റ് ലുലു മാളാണെന്നും പറഞ്ഞിട്ട് ആളുടെ കണ്ണി പെട്ടത്. ഇനിയിപ്പോ അവിടെയും കൂടി പോണോന്നാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കണ്ട സന്തോഷമാണ് കേട്ടോ ഈ കാണുന്നത്. എവിടെ തിരിഞ്ഞാൽ ഇവനെ കൊണ്ട് ഭയങ്കര എക്സ്പെൻസീവ് ആണെന്നാണ് കേട്ടോ ഞാൻ ഈ കാകാനോട് പറയുന്നത്. പിന്നെ ഹയാസിന് ഞങ്ങളെ പറ്റി നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് അവൻ എന്താവശ്യം പറഞ്ഞാലും ഞങ്ങൾ അപ്പൊ തന്നെ സാധിച്ചു കൊടുക്കൂലെന്ന് അവനിക്ക് നന്നായിട്ട് അറിയാട്ടോ. അതുകൊണ്ട് അവൻ പിന്നെ വലിയ കാര്യമായിട്ട് വാശിയൊന്നും പിടിക്കാൻ പോയില്ല. മൈജിയിൽ അങ്ങനെ ടാബ് ഒന്നും സെറ്റ് ആയില്ല കേട്ടോ. ഞങ്ങൾ നേരെ അവിടെ നിന്ന് പോകുന്നത് ബ്രോഡ്വേയിലേക്കാണ്. നമ്മുടെ വീട്ടിൽ ഫൗണ്ടേഷൻ ഒക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ മതിൽ കെട്ടാനുള്ള ബഡ്ജറ്റ് ഇപ്പം ഇല്ലാത്തതുകൊണ്ട് ഷീറ്റ് വലിച്ചു കെട്ടാന്നാണ് കേട്ടോ ഉദ്ദേശിച്ചേക്കുന്നത്. ഈ കാണുന്ന ടൈപ്പ് മെറ്റാലിക് ഷീറ്റിന്റെ ഒക്കെ റേറ്റും കാര്യങ്ങളൊക്കെ എടുക്കാന്നും പറഞ്ഞിട്ടാണ് കേട്ടോ ഈ കടയിലേക്ക് കയറിയത്. അപ്പോഴേക്കും ഹയാസിന് വാഷ്റൂമിൽ പോകണമെന്നും പറഞ്ഞിട്ടുള്ള ഒരു വാശിയായി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ആദ്യം കണ്ടൊരു ബേക്കറിയിലേക്ക് കയറിട്ടോ. വാഷ്റൂമിൽ പോകണമെന്ന വ്യാജേന ഒരു ചായ കുടിക്കാന്ന് ഓർത്തിട്ടാണ് ഇങ്ങോട്ടേക്ക് കയറിയത്. അങ്ങനെ വാഷ്റൂമിൽ പോയി വന്നപ്പോഴേക്കും എന്റെ ചെക്കന്റെ വിധം മാറി. അടുത്തത് അവനിക്ക് ബർഗർ ആണ് കേട്ടോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഒരു ബർഗറും ഞാൻ ഉക്കാക്കി ഒരു ചായയും കൂടി വാങ്ങിച്ചു. ബില്ല് വന്നപ്പോ 190 രൂപ ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും വാഷ്റൂം മര്യാദക്ക് ഉപയോഗിക്കാൻ പറ്റിയതുകൊണ്ട് ഞങ്ങൾ ആ ഒരു ബില്ലിൽ സംതൃപ്തരാണ് ഗൈസ്. പിന്നെ എന്റെ മോൻ വാങ്ങിയ ബർഗർ ഒറ്റയ്ക്ക് കഴിച്ചില്ല കേട്ടോ. ഉമ്മിക്കും അബ്ബാക്കും ഈ 2 ബൈറ്റ് ഒക്കെ വെച്ച് തന്നിട്ടുണ്ടായിരുന്നു. ജെനുവൻലി പറയുകയാണെന്നുണ്ടെങ്കിൽ ചായ ആണെങ്കിലും ബർഗർ ആണെങ്കിലും കൊടുത്ത പൈസക്ക് നമുക്ക് വെർത്താണ് കേട്ടോ. നമ്മൾ കേറിയ ബേക്കറി ഏതാന്ന് പറഞ്ഞില്ലല്ലോ, നമ്മുടെ ഹൈക്കോർട്ടിൽ തന്നെയുള്ള ആഷ് സൂപ്പർ മാർക്കറ്റ് ഉണ്ടല്ലോ, അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. അവരുടെ തന്നെയാണ് ഈ കഫേ. നല്ലപോലെ തിരക്കുള്ള കഫേയാണ്. സീറ്റിംഗ് കപ്പാസിറ്റി ആ തിരക്കിനനുസരിച്ചില്ല എന്നാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ ചായ കൂടിയും കഴിഞ്ഞ് അടുത്ത പാർക്കിങ്ങിൽ കാറും പാർക്ക് ചെയ്തിട്ട് ഞങ്ങളിപ്പോ പോകുന്നത് പെൻഡാമേനകയിൽ തന്നെയുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിന്റെ ഒക്കെ ഒരു കോംപ്ലക്സ് ഉണ്ടല്ലോ അവിടേക്കാണ് കേട്ടോ. മുന്നേ നമ്മൾ ഇവിടെ നിന്ന് ഒരു ഫോണിന് ബാറ്ററി ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വാറന്റി പീരീഡിൽ തന്നെ അത് കംപ്ലൈന്റ് ആയപ്പോൾ നമ്മൾ അത് റീപ്ലേസ് ചെയ്യാനാണ് കേട്ടോ ആദ്യം ഒരു സർവീസ് സെന്ററിലേക്ക് കയറിയത്. അവിടെ നിൽക്കാതെ വീണ്ടും ടാബ് നോക്കാനുള്ള തയ്യാറെടുപ്പാണ്. അപ്പൊ നമ്മളിങ്ങനെ അവിടെ നടക്കുമ്പോൾ തന്നെ ഒരുപാട് ഷോപ്പുകളിൽ എല്ലാവരും നമ്മളിങ്ങനെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ. അങ്ങനെ ഒരു ഷോപ്പിൽ ഒരാൾ ഇൻവൈറ്റ് ചെയ്തിട്ട് ഇക്കാക്ക അവിടെ ഇങ്ങനെ ടാബിന്റെ റേറ്റും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് സെറ്റ് ആവാനായിട്ട് നമ്മൾ നേരെ കയറിയത് ടെക്യൂലേക്കാണ് കേട്ടോ. ഇവിടെ ഇക്കാക്കാന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആക്ച്വലി ഫ്രണ്ട് ഇവിടെ ഉണ്ടെന്ന് ഇക്കാക്ക് അറിയാൻ പാടില്ലായിരുന്നു കേട്ടോ. നമ്മളിവിടെ വന്ന് കയറിയപ്പോഴാണ് ആളെ കാണുന്നത് തന്നെ. എന്തായാലും അത് ഉപകാരമായിട്ടുണ്ടായിരുന്നു. ആള് ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് ഏറ്റവും നല്ല സാധനം തന്നെ എടുത്തു തന്നു കേട്ടോ. അങ്ങനെ 2 എണ്ണം ഉണ്ടായിരുന്നു. അതിങ്ങനെ കൺഫ്യൂസ്ഡ് അടിച്ച് നിൽക്കായിരുന്നു അതിൽ ഏതെടുക്കണം. അങ്ങനെ ഈ ഫ്രണ്ടിന്റെ അഡ്വൈസ് കണക്കിലെടുത്ത് നമ്മൾക്ക് ബെറ്റർ എന്ന് തോന്നിയത് തന്നെയാണ് കേട്ടോ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോ ഇവനിക്കുള്ളതാണെന്നും പറഞ്ഞാണ് ഇവൻ ഈ ചിരിച്ച് കളിച്ച് നിൽക്കുന്നത്. ആക്ച്വലി നമ്മൾ ഇത് വാങ്ങിക്കുന്നത് ഓഫീസിലേക്കാണ് കേട്ടോ. ഒഫീഷ്യൽ യൂസിന് തന്നെയാണ്. പിന്നെ അതേ നമുക്ക് ആ ഫ്രണ്ട് ഈ ഒരു അയൺ ബോക്സും കൂടി കോംപ്ലിമെന്ററി ഗിഫ്റ്റ് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഇതിന്റെ അൺബോക്സിംഗ് ചടങ്ങാണല്ലോ. അപ്പൊ അതേ ഹയാസ് കൂടെ കൂടിയിട്ടുണ്ട്. ഹയാസിന്റെ ചുമ ഏത് വഴിക്ക് പോയിന്നാണ് കേട്ടോ ഞാൻ ഈ ആലോചിക്കുന്നത്. അമ്മ കൂടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ചെക്ക് നല്ല രീതിയിൽ ഞങ്ങളുടെ കൂടെ നടന്ന് അർമാദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഈ ടാബ് ഇനി അൺബോക്സ് ചെയ്യാണ്. അങ്ങനെ ഇനിയിപ്പോ ഇത് പവർ ഓൺ ചെയ്ത് ഇതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ഇവർ രണ്ടുപേരും കൂടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹയാസാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. ഇക്കാക്ക വെറും നോട്ടക്കാരനെ പോലെയാണ് കേട്ടോ നിൽക്കുന്നത്. ഹയാസ് കാര്യമായിട്ട് ആ ചേട്ടൻ പറയുന്നതെല്ലാം വീക്ഷിക്കുന്നുണ്ട്. ഫൈനലി നമ്മളിതാ ഇതും ബില്ല് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാണ്. നമ്മുടെ വീഡിയോസ് ഒക്കെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും കമന്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട. ഞാൻ ഇതെല്ലാം വായിക്കാനും എന്റെ തെറ്റുകളെല്ലാം റെക്ടിഫൈ ചെയ്യാനും ഞാൻ റെഡി ആയിട്ടാണ് കേട്ടോ ഈ നിൽക്കുന്നത്. അങ്ങനെ ഇതൊക്കെ വാങ്ങി നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോ തന്നെ ഏതാണ്ട് 8:15 ഇനിയിപ്പോ നേരെ വീട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. റോഡിലൊക്കെ നല്ല രീതിക്ക് ട്രാഫിക് ഉണ്ട്. വളരെ കെയർഫുൾ ആയിട്ടാണ് കേട്ടോ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിൽക്കുന്നതും. ഹയാസിനെയും കൊണ്ട് ഹോസ്പിറ്റൽ പോക്കും ഫുഡ് അടിക്കലും ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഈ കയറി ഇറങ്ങലൊക്കെ ആയിട്ട് ഹയാസ് മാക്സിമം ഞങ്ങളുടെ കൂടെ വന്ന് എൻജോയ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ ഈ വീഡിയോ കണ്ട് നിങ്ങൾ എൻജോയ് ചെയ്തെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കണ്ട. അപ്പൊ ഇനി റോഡിലെ വളവുകളെല്ലാം വളച്ച് നേരെ വീട് പിടിക്കാൻ നോക്കട്ടെ. നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. ഇന്നത്തെ ടാറ്റ ബൈ ബൈ സീ യു പറയുന്നത് അബ്ബേ മോനും കൂടിയാണ് കേട്ടോ. അപ്പൊ ബൈ.